നമസ്കാരം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ് വീഡിയോ ആണ് ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകളിൽ ഭൂരിഭാഗവും കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള VGFനെ പറ്റിയുള്ള തർക്കങ്ങളായിരുന്നു. അതിനോടൊപ്പം വിഴിഞ്ഞം തുറമുഖത്തിന് പുതിയ ലൊക്കേഷൻ കോഡ് വന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. നേരത്തെ ഇന്ത്യ, നെയ്യാറ്റിൻകര എന്നിവയുടെ ചുരുക്കെഴുത്തായി INNYY1 എന്നായിരുന്നു വിഴിഞ്ഞം തുറമുഖത്തിന്റെ ലൊക്കേഷൻ കോഡ് ആയിരുന്നത്. അത് ഇപ്പോൾ ഇന്ത്യ തിരുവനന്തപുരം എന്നതിൻ്റെ ചുരുക്കെഴുത്തായി INTRV01 എന്ന കോഡായി മാറിയിരിക്കുകയാണ്. ഇതിന് കാരണമായത് യുണൈറ്റഡ് നാഷൻസ് ഇക്കോണമിക് കമ്മീഷൻ ഫോർ യൂറോപ്പിന്റെ നിബന്ധനകളാണ്. അതുപ്രകാരം ഇതിലെ അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക സഹകരണവും ഏകീകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഏകീകൃത ലൊക്കേഷൻ കോഡ് എന്നത്. ഈ പുതിയ കോഡിൻ്റെ കസ്റ്റംസ് ക്ലിയറൻസ് സംസ്ഥാന സർക്കാർ വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തുടർ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷമായിരുന്നു ഔദ്യോഗിക പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത്. നാവിഗേഷൻ, ഷിപ്പിംഗ് എന്നിവയ്ക്ക് ഇനി മുതൽ ഈ പുതിയ കോഡ് ആയിരിക്കും ഉപയോഗിക്കുക. കേന്ദ്ര സർക്കാരിന് കീഴിലെ ഡയറക്ടർ ജനറൽ ഓഫ് സിസ്റ്റം ആൻഡ് ഡാറ്റ മാനേജ്മെന്റ് ആണ് ഈ ലൊക്കേഷൻ കോഡ് അനുവദിക്കുന്നത്. ഇനി മറ്റൊരു വാർത്ത, വിഴിഞ്ഞം തുറമുഖ അനുബന്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി 524.85 കോടി കൈമാറാൻ ധനവകുപ്പ് ഇപ്പോൾ അനുമതി നൽകി എന്നതാണ്. ഇത് ബ്രേക്ക് വാട്ടർ നിർമ്മാണം, വൈദ്യുതീകരണം, വയബിലിറ്റി ഗ്യാപ് ഫണ്ടിലെ സംസ്ഥാന വിഹിതം എന്നിവയൊക്കെ ഉൾപ്പെടുന്ന തുകയാണ്. ഇനി പ്രധാനമായി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് VGFന്റെ വാർത്തകൾ നോക്കാം. ഈ VGF ഗ്രാൻഡായി തന്നെ നൽകണമെന്ന ആവശ്യത്തിൽ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഇത് പ്രകാരം പ്രധാനമന്ത്രിയുടെ മറുപടിക്കായി സംസ്ഥാനം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. ഇതിനോടൊപ്പം കേന്ദ്ര ധനമന്ത്രി വിഴിഞ്ഞത്തിന്റെ വരുമാന വിഹിതം പങ്കിട്ട് സംസ്ഥാനം തുക തിരിച്ചടയ്ക്കണമെന്ന് ആവർത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ മറുപടി പ്രധാനമന്ത്രി നൽകിയ ശേഷം അന്തിമ തീരുമാനത്തിലെത്താമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട്. തുറമുഖത്തിന്റെ കമ്മീഷനിങ്ങിന് പ്രധാനമന്ത്രിയെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ. കേന്ദ്ര ആവശ്യപ്രകാരം VGF നൽകുകയാണെങ്കിൽ അതിൻ്റെ നെറ്റ് പ്രസന്റ് വാല്യൂ NPV കണക്കാക്കി സർക്കാരിന് തുറമുഖത്തു നിന്നും ലഭിക്കുന്നതിൻ്റെ 20% നൽകണമെന്നാണ്. ഇവിടെയാണ് സംസ്ഥാനം വെട്ടിലായിരിക്കുന്നത്. കേന്ദ്രം നൽകുന്ന 817.8 കോടിക്ക് പകരം നെറ്റ് പ്രസന്റ് വാല്യൂ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 10,000 കോടിക്ക് മുകളിൽ സംസ്ഥാനം തിരിച്ചു നൽകേണ്ടി വരും. ഇനി കേന്ദ്ര വിഹിതം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ആ തുക കൂടി സംസ്ഥാനം അദാനിക്ക് നൽകേണ്ടി വരും. അദാനിക്ക് VGF ആയി 1635 കോടി നൽകുമെന്ന് കരാർ ഉണ്ടാക്കിയത് സംസ്ഥാനമാണ്. അന്ന് കേന്ദ്രം 817.8 കോടി നൽകാമെന്ന് സമ്മതിച്ചെങ്കിലും അത് കരാറിൽ രേഖപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അപ്പോൾ സംസ്ഥാനം തന്നെ ഇത് നൽകേണ്ടി വരും. പക്ഷേ ഇതെല്ലാം 2034 ശേഷം, അതായത് സംസ്ഥാനത്തിന് വരുമാന വിഹിതം ലഭിച്ചു തുടങ്ങുന്ന വേളയിലാണ് കേന്ദ്രത്തിന് തിരിച്ചു നൽകേണ്ടി വരുന്നത്. ഇവിടെയാണ് വായ്പയുടെ കുരുക്ക് സംസ്ഥാനത്തിന് വരുന്നത്. കേന്ദ്രം വായ്പയായി ആണ് VGF നൽകുന്നതെങ്കിൽ അടുത്ത വർഷം മുതൽ അതിന്റെ തിരിച്ചടവ് നൽകി തുടങ്ങണം. ഇതിന്റെ പലിശ ഇനത്തിൽ മാത്രം നല്ലൊരു തുക സംസ്ഥാനം കേന്ദ്രത്തിന് നൽകേണ്ടി വരും. ഇത്തരം അവസ്ഥയിലാണ് പ്രധാനമന്ത്രിയുടെ മറുപടിക്ക് സംസ്ഥാനം കാത്തു നിൽക്കുന്നത്. ഇവിടെ രാഷ്ട്രീയമൊന്നും പറയുന്നില്ല, അത് നിങ്ങൾക്ക് വിട്ടു നൽകുകയാണ്. വാർത്തകൾ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. VGF എന്നത് രൂപീകരിക്കുമ്പോൾ തന്നെ അത് ഒറ്റത്തവണ ഗ്രാൻഡായി നൽകുന്നതാണ്. ഗ്രാൻഡ് തിരിച്ചടയ്ക്കണമെന്ന് വ്യവസ്ഥ ഇല്ലാത്തതുമാണ്. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടാകുന്ന അധിക ഭാരം ലഘൂകരിക്കുക എന്നതാണ് VGF നൽകുന്നതിലെ ഉദ്ദേശം. കേരളം എടുത്തു പറയുന്ന ഒന്ന്, തൂത്തുക്കുടി തുറമുഖത്തിന് കേന്ദ്രം നൽകുന്ന VGFനെ പോലെ ഗ്രാൻഡായി കേരളത്തിനും നൽകണം എന്നാണ്. എന്നാൽ VGF വായ്പയായി മാത്രമേ അനുവദിക്കാനാകൂ എന്നതാണ് കേന്ദ്ര ധനമന്ത്രിയുടെ ഇപ്പോഴത്തെ നിലപാട്. ആദ്യഘട്ടത്തിൽ വിഴിഞ്ഞം പദ്ധതി തുകയായി നിശ്ചയിച്ചിരുന്ന 4089 കോടിയിൽ 40% കേന്ദ്രവും സംസ്ഥാനവും VGF ആയി നൽകും എന്നായിരുന്നു 10 വർഷം മുൻപുള്ള ധാരണ. ഇത് പ്രകാരം കേന്ദ്രവും കേരളവും 817.8 കോടി വീതം നൽകണം. ഇത് പദ്ധതിയുടെ 40% വരും. ഇതിൽ 20% കേന്ദ്രം മുടക്കുന്നതിനാൽ തുറമുഖത്തു നിന്ന് സംസ്ഥാനത്തിന് കിട്ടുന്ന വരുമാനത്തിന്റെ 20% നൽകണമെന്നാണ് കേന്ദ്ര നിലപാട്. കമ്മീഷനിങ്ങിന് ശേഷമാണ് VGF അദാനിക്ക് നൽകേണ്ടത്. കമ്മീഷനിങ് അടുത്തതോടെയാണ് ഈ പ്രശ്നം ഉടലെടുത്തിരിക്കുന്നത്. വിഴിഞ്ഞത്തു നിന്നും കേന്ദ്രത്തിന് നിലവിൽ പ്രതിവർഷം 6000 കോടിയോളം അധിക വരുമാനം ലഭിക്കുമെന്നാണ് കണക്കുകൾ. ട്രയൽ റണ്ണിൽ 70 കപ്പലുകൾ എത്തിയപ്പോൾ 182 കോടി GST ഇനത്തിലും കേന്ദ്രത്തിന് ലഭിച്ചിട്ടുണ്ട്. തുറമുഖ നിർമ്മാണത്തിനും സൗകര്യങ്ങൾക്കുമായി കേരളം ആദ്യഘട്ടത്തിൽ മുടക്കുന്നത് 4777.14 കോടിയാണ്. ബാക്കി 2ഉം 3ഉം ഘട്ടങ്ങളെല്ലാം അദാനി ഗ്രൂപ്പാണ് പണം മുടക്കുന്നത്. ഇത്രയുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന അപ്ഡേറ്റ് വാർത്തകൾ.
വാർത്തകൾ. പുതിയ വാർത്തകൾക്കൊപ്പം പുതിയ വീഡിയോയും ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാഴ്ചയുമായി വീണ്ടും കാണാം.